ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2025 മാർച്ചിലെ ഒരു 10 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 കറണ്ട് അഫെയർസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നികുതി വരുമാനം ഉൾപ്പെടെ പൊതുസേവനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ച് വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനുള്ള ലണ്ടൻ നഗരത്തിൻ്റെ പദ്ധതി ഗ്രോത്ത് പ്ലാൻ. നികുതി വരുമാനം ഉൾപ്പെടെ പൊതുസേവനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ച് വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനുള്ള ലണ്ടൻ നഗരത്തിൻ്റെ പദ്ധതിയാണ് ഗ്രോത്ത് പ്ലാൻ. അതിൽ ഇന്ത്യക്ക് മുഖ്യ സ്ഥാനം ലഭിച്ചു. അപ്പോൾ ഈ 2025 ലണ്ടൻ നഗരത്തിൻ്റെ ഗ്രോത്ത് പ്ലാനിൽ ഇന്ത്യക്കാണ് മുഖ്യ സ്ഥാനം ലഭിച്ചത്. ഇനി, മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ മാത്യു വേർഡിനെ IPL ടീം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സഹപരിശീലകനായി നിയമിച്ചു. അപ്പം ഈയിടെ IPL ടീം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സഹപരിശീലകനായി 2025 നിയമിതനായ വ്യക്തിയാണ് മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ മാത്യു വേർഡ്. 2025 ICC രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന് ഏകദിന കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. 2025 ICC രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഏകദിന കിരീടം ലഭിച്ചത് ഇന്ത്യക്ക്. പ്ലെയർ ഓഫ് ദി മാർച്ച് രോഹിത് ശർമ്മ. ടൂർണമെൻറ്റിലെ താരം രജിൻ രവീന്ദ്ര. വേദിയായത് ദുബായ്. ICC രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് വേദിയായത് ദുബായ്. ഇനി, 2025 അന്തരിച്ച ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ ജഡ്ജി വി രാമസ്വാമി. 2025 അന്തരിച്ച ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജിയാണ് വി രാമസ്വാമി. ഇനി, ട്വിൻ സിംഗിൾ ട്രാക്ക്. എന്താണ് ട്വിൻ സിംഗിൾ ട്രാക്ക് എന്ന് നോക്കാം. ഒരേ പാതയിൽ തന്നെ ഇരുഭാഗത്തേക്കും ട്രെയിൻ സർവീസ് നടത്തുന്നതാണ് ട്വിൻ സിംഗിൾ ട്രാക്ക്. ഒരേ പാതയിൽ തന്നെ ഇരുഭാഗത്തേക്കും ട്രെയിൻ സർവീസ് നടത്തുന്നതാണ് ട്വിൻ സിംഗിൾ ട്രാക്ക്. ഇരട്ടപ്പാതയിൽ ഇത് സാധ്യമല്ല. ഇനി, 2025 മാർച്ചിൽ അന്തരിച്ച ഗോവ വിമോചന പോരാളി KMK നമ്പ്യാർ. 2025 മാർച്ചിൽ അന്തരിച്ച ഗോവ വിമോചന പോരാളിയാണ് KMK നമ്പ്യാർ. KMK നമ്പ്യാർ. ഇനി, ഓപ്പറേഷൻ ഡി ഹണ്ട് എന്താണെന്ന് നോക്കാം. ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി കേരള പോലീസിന് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി കേരള പോലീസിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2025 55 വയസ്സ് തികയാൻ പോകുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഏതാണ്? ഒരു സെൻട്രൽ ഫോഴ്സാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. 2025 മാർച്ചിൽ 55 വയസ്സ് തികയുന്ന ഒരു സെൻട്രൽ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF-നാണ് 2025 55 വയസ്സ് തികയാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ ഇതിനെ അറിയപ്പെട്ടിരുന്ന പേര് പാരാമിലിറ്ററി സേന എന്നാണ്. CISF-ൻ്റെ ആദ്യകാല പേര് പാരാമിലിറ്ററി സേന. അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യനുകളാണ് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. എല്ലാവർക്കും പ്രയോജനകരമായി തോന്നുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.